ഹായ് സുഹൃത്തുക്കളെ, സാധാരണയായിട്ട് നമ്മള് പച്ച ഓമയ്ക്ക വെച്ച് തോരനും കറി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഇത് വെച്ച് നല്ലൊരു സ്വീറ്റാ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ ഇതിന്റെ ബാക്കി തൊലി കൂടിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് നല്ല വൃത്തിക്ക് കഴുകി കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓമയ്ക്ക ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാനില് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ഈ ഓമയ്ക്ക അതിനകത്ത് ഇടാനാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിനി ഈ വെള്ളത്തിൽ കിടന്ന് ഒരു 3/4 ഭാഗം വരെ വെന്ത് കിട്ടണേ. അടിച്ചു വെക്കൊന്നും വേണ്ട. ഇതാ ഇത്രയും മതി. കണ്ടോ, കളറൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഈ കിഴുത്ത പാത്രത്തിലോ അല്ലെ ഇതുപോലത്തെ ഒരു കിഴുത്ത തവയിലോ വല്ലോ ഒന്ന് ഊറ്റിയെടുക്കണം. ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തവിയും കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാമെങ്കിൽ കുറെ വെള്ളം അങ്ങ് പോമേ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് നമുക്ക് പിഴിഞ്ഞതിന്റെ വെള്ളമേ മുഴുവൻ ഒന്ന് കളയണം. ഇതേപോലെ ഒന്ന് നിരത്തി വെക്കാമെങ്കിൽ എളുപ്പം തണുത്ത് വന്നോളൂ. ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളം മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് മധുരത്തിന്റെ അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം സഫ്രോൺ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഏലക്കാപ്പൊടി. കുങ്കുമപ്പൂ നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടേച്ചാൽ മതി. ഇനി ഇതേപോലെ 2 പീസ് പട്ട. ഇത് മുഴുവൻ ഒന്ന് ഉരുകി ഒരു ബ്രൗൺ കളർ പോലെ വരണേ. ഇപ്പൊ പഞ്ചസാര എല്ലാം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഉരുകിയെ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെ. അതിലേക്ക് ഈ ഓമയ്ക്കായോട് ഇടുവാണേ. ഇത് ഞാൻ ലഡു ഉണ്ടാക്കുന്നത്, പറഞ്ഞില്ലോ എന്താണെന്നുള്ള. നമ്മൾ ഇത് ഉരുട്ടി എടുക്കുന്ന സമയത്ത് ആ പട്ട എടുത്ത് മാറ്റാവുന്നത്. കണ്ടോ, ഇവിടെ വെള്ളമയം പോലെ ഉണ്ടല്ലോ, ആ വെള്ളം ശരിക്ക് പറ്റണേ. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ശർക്കര വെച്ചും ഇത് ഉണ്ടാക്കാവേ. ശർക്കര വെച്ച് കഴിയുമ്പം ടേസ്റ്റ് ഇത്രയും പറ്റുമല്ലെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ ഫ്ലെയിം കൂട്ടിയിടുവാണേ. ഇത്ര മതിയേ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോ ഒന്ന് ചെറിയ ആറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ പട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റാം. നമ്മള് ഇങ്ങനെ ഉരുട്ടുന്നുണ്ടെ കാണുന്നത് മാറ്റി വെച്ചാൽ മതിയേ. ഇതേപോലെ ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. കണ്ട, ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഈസി അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാ വീട്ടിലും ഓമയ്ക്ക ഉള്ളതാണ്, ഇല്ലെങ്കിൽ മിക്ക വീടുകളിലും ഉള്ളതാണ്. അപ്പം നിങ്ങൾ അവിടുന്ന് ആയാലും എടുത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും വേണ്ട, നിങ്ങൾക്ക് സ്വീറ്റ് കഴിക്കണം തോന്നുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.